കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്ര വച്ചിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നും നാം വിശ്വാസത്താൽ അറിയുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരുങ്ങിയും വിളക്കിൽ എണ്ണയുള്ളവരായി, ജീവിതത്തിൽ എണ്ണ അഭിഷേകമുള്ളവരായി കർത്താവിൻ്റെ വരവിനെ കാത്തിരിപ്പാൻ ദൈവത്തിൻ്റെ ജനത്തെ ഒരുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 18-ാം വാക്യം മുതൽ ഒരു ധനവാന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ്. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടുന്നതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല. അവൻ ചോദിച്ചത്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. 21-ാം വാക്യത്തിൽ, ഇവ ഒക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു. അവൻ ആ കാര്യങ്ങളിലൊക്കെയും പ്രാഗൽഭ്യമുണ്ട് എന്ന് ധനവാൻ പറഞ്ഞു. അത് യേശു കേട്ടിട്ട്, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. ദൈവത്തെക്കാൾ അധികമായി ധനത്തിന് പ്രാധാന്യം കൊടുത്ത് ധനം ഈ ധനവാനൊരു വിഗ്രഹമായിരുന്നു. അതവന് കർത്താവിനെ അനുഗമിപ്പാൻ തടസ്സമായി നിൽക്കുകയാണ്. ആ തടസ്സത്തെ കർത്താവ് കണ്ടിട്ട് അതിൻ്റെ പരിഹാരത്തെ കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അവിടെ പറയുന്നത് എത്ര പ്രയാസം എന്നുള്ളതാണ്. ഒരു അനുതാപം ഉണ്ടാകണമെന്നും മാനസാന്തരം ഉണ്ടാകണമെന്നും കർത്താവിനെ അനുഗമിക്കണമെന്നും ഉള്ള സന്ദേശം ഈ ധനവാനായ മനുഷ്യനെ ഏറ്റെടുക്കാൻ അവൻ്റെ ഉള്ളിലെ വിഗ്രഹം എന്ന ധനം അവനെ എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ഇവിടെ സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മൾ തയ്ക്കുന്ന സൂചിയിൽ ആ നൂലിടുന്ന ആ ദ്വാരത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് ലോജിക്കായിട്ട് കർത്താവ് എന്ത് ചെയ്യത്തുള്ളൂ? സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സൂചിക്കുഴ വാതിൽ എന്ന് പറയുന്നത് വലിയ കോട്ട, രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അവരുടെ കൊട്ടാരത്തിന് ചുറ്റും കോട്ടമതിലും കോട്ടവാതിലുമുണ്ട്. ഈ കോട്ടവാതിൽ പ്രധാനമായൊരു കവാടമുണ്ടാകും. ആ കവാടത്തിൻ്റെ ഇടത്തും വലത്തും ഓരോ ചെറിയ കവാടങ്ങൾ എന്ത് ചെയ്യും? വച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത സമയമാകുമ്പോഴത്തേക്ക് പ്രധാന കവാടം എന്ത് ചെയ്യും? അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും. ഒട്ടകത്തെ കൊണ്ടുവരുമ്പോഴും ഈ പ്രധാന കവാടം പിന്നെ എന്ത് ചെയ്യത്തില്ല? തുറക്കത്തില്ല.
ഒട്ടകമായിരുന്നാലും ഈ ചെറിയ സൂചിക്കുഴ വാതിലിലൂടെയാണ് അകത്തൊക്കെ എന്ത് ചെയ്യാൻ കടക്കാൻ. അപ്പോൾ ഇതിനെ കൊണ്ടുവരുന്ന ആള്, ഇതിന്റെ പരിപാലകൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒട്ടകത്തെ അതിനിടയിലൂടെ കുത്തി നെരുക്കി അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന കാര്യത്തെ ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കുത്തി ഞെരുങ്ങി അപ്പുറത്തേക്ക് പോകുന്നതിനോട് കർത്താവ് ഉപമിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. അപ്പോൾ 26-ാമത്തെ വാക്യത്തിൽ ഇത് കർത്താവ് പറഞ്ഞപ്പോൾ അത് കേട്ടവര് എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കുന്ന കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? ഒരു കഴമ്പുള്ള ചോദ്യമാണ്. നിത്യജീവനിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ ധനവാൻ ചോദിക്കുന്നത്. അപ്പൊ ധനവാനും ഒരു ബോധ്യമുണ്ട്, എനിക്ക് എവിടെ പ്രവേശിക്കണം, നിത്യജീവനിൽ കടക്കണം. പക്ഷെ അവന്റെ ധനം, ആ ധനത്തെക്കാളും വലുതാണ് നിത്യജീവൻ എന്ന് അവന് കാണാൻ എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. ഇനി നിത്യജീവൻ കിട്ടിയില്ലേലും സാരമില്ല, ധനമാണ് എനിക്ക് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞ് അവൻ നിത്യജീവനെ ഉപേക്ഷിച്ചിട്ട് നിത്യജീവന്റെ ദാതാവായ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ശേഷിക്കുന്നവർ ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അതിന് യേശു പറഞ്ഞ ഉത്തരം 27-ാം വാക്യത്തിൽ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ വാക്യം മാത്രം എടുത്തിട്ട് ചില വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പ്രവചിക്കുന്നവനും ഈ വാക്യം എടുത്ത് അങ്ങ് പ്രവചിക്കും. മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ഇവിടെ പറയുന്നത് ധനം നിത്യജീവന് തടസ്സമായിരിക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരത്തോടുകൂടി അതിനെ ദരിദ്രർക്ക് പകുത്തു കൊടുക്കുവാൻ ഉള്ള ഒരു ഹൃദയത്തെ ഉരുവാക്കുവാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് സാധ്യം. തന്നിമിത്തം അവന്റെ നിത്യജീവൻ നഷ്ടമാകാതെ അവന് നിത്യജീവൻ ലഭിപ്പാൻ ദൈവത്തിന് സാധ്യമാണ്. ഒരു ധനവാനെയും നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യർക്ക് അസാധ്യമാണ്. എന്ത് കാര്യം? ധനമോഹങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മനുഷ്യന് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് അത് സാധ്യമാണ്. അപ്പോൾ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ സഖായി എന്ന് പറയുന്ന ഈ പറയപ്പെട്ട ധനവാനേക്കാൾ അധികം ധനമുള്ള ഒരു മനുഷ്യനുണ്ട്. ഇവിടെ രണ്ട് ധനവാന്മാരെ കുറിച്ച് 18-ാമത്തെ അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലും പറയുന്നു. 19-ാമത്തെ അധ്യായത്തിൽ പറയുന്ന സഖായി 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ധനവാനേക്കാൾ പ്രമാണിയുമാണ്, അധികം ധനമുള്ളവനാണ്, ദേശം മുഴുവനും അവനെ അറിയുന്നവനാണ്. പക്ഷെ അങ്ങനെ ഒരു ധനവാന് മാനസാന്തരം ഉണ്ടാവുകയും അബ്രഹാമിന്റെ അനുഗ്രഹം, ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം ആ ധനവാൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഒരു ചെറിയ ധനവാന് അവന്റെ ധനം ഉപേക്ഷിക്കാൻ അവൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. എന്നാൽ ഒരു വലിയ ധനവാന് നിത്യജീവനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എന്ത് ചെയ്തു? ഉണ്ടായി. അപ്പോൾ മനുഷ്യന് അസാധ്യമായ കാര്യം ദൈവത്തിന് സാധ്യമാകുന്നു എന്ന് സക്കായിയുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്തു? നടപ്പിലാക്കി. ഒരുവൻ മാനസാന്തരപ്പെടാതെ അവൻ എന്ത് ചെയ്യുന്നു? കർത്താവിനെ അനുഗമിക്കാതെ അവന്റെ ധനം അവന് വലുതായതുകൊണ്ടും അവന്റെ ധനം അവന് വിഗ്രഹമായതുകൊണ്ടും അവൻ അതുവഴി പോയി. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിപ്പാൻ ആർക്കും കഴിയില്ല. ഒന്നൊന്നിനെ എന്ത് ചെയ്യണം? പകയ്ക്കണം. എന്നിട്ട് കർത്താവിനെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ അവിടെ നിൽപ്പുണ്ടല്ലോ. കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവർ ധനമോഹത്തോടു കൂടിയല്ല കർത്താവിനെ എന്ത് ചെയ്തേ? അനുഗമിച്ചത്. അവർക്കുള്ള ഉപജീവനത്തിന്റെ മാർഗങ്ങൾ ഉൾപ്പെടെ അവർ വിട്ടുകളഞ്ഞവരാണ്. വലയും വള്ളവും ഒക്കെ അവർ എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവർ കർത്താവിനോട് കഴമ്പുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. 28-ാം വാക്യത്തിൽ, ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു.
യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരും ഇല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ സകലതും വിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അനുഗമിക്കുന്നു. നേരത്തെ വായിച്ച ഒന്നാമത്തെ ധനവാൻ അവനുള്ളത് വിട്ട് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ആലോചന പറഞ്ഞപ്പോൾ അവൻ യേശുവിനെ വിട്ടുപോയി. ഇവിടെ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവർ ചോദിക്കുന്നു, ഞങ്ങൾ സകലതും ഉപേക്ഷിച്ചിട്ടാണ്, വിട്ടുകളഞ്ഞിട്ടാണ് കർത്താവെ നിന്നെ അനുഗമിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവോടെ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. കർത്താവിനെ അനുഗമിച്ചുകൊണ്ടുള്ള നിത്യജീവൻ ഈ സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്തു? ലഭിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരാം. യേശു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലെത്തി അവിടുന്ന് കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന പേരുള്ള ഒരു പുരുഷൻ കണ്ടോ. ചുങ്കക്കാരിൽ അവൻ ആരാണ്? പ്രമാണിയാണ്. ചുങ്കം പിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രമാണിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചുങ്കം പിരിക്കുന്ന ആൾക്കാർക്കും മകളിൽ അധികാരമുള്ളവനാണ് അവൻ. അവർക്ക് പ്രമാണിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. എല്ലാവരെക്കാളും ധനമുള്ളവനായ സഖായി. ഈ സഖായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ എന്ത് ചെയ്തു? ശ്രമിച്ചു. തനിക്കുള്ള ധനത്തെ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ശ്രമമല്ല, യേശുവിലൂടെ എനിക്ക് എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ളതല്ല, യേശുവിൽ നിന്നുള്ള എന്തെങ്കിലും അനുഗ്രഹങ്ങളോ നന്മകളോ എനിക്ക് എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതല്ല അവന്റെ ലക്ഷ്യം. എനിക്ക് യേശുവിനെ അറിയണം. യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്ക് എന്ത് ചെയ്യണം? അറിയണം. അവൻ ആരാകുന്നു എന്ന് എനിക്ക് അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ഇവൻ വളർച്ചയിൽ കുറിയവൻ, പൊക്കം കുറഞ്ഞവനാണ്. അത് നിമിത്തം യേശുവിന്റെ ചുറ്റും ഒത്തിരി പുരുഷാരം എപ്പോഴും എന്ത് ചെയ്യും? ഉണ്ടാവും. ഈ പൊക്കം കുറഞ്ഞവൻ ആയതുകൊണ്ട് ഇവൻ യേശുവിനെ കാണാനായിട്ട് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. പുരുഷാര നിമിത്തം. 18-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഇവിടെ ഒരു കുരുടനായ മനുഷ്യനെ കുറിച്ച് ഉള്ള സന്ദർഭം എഴുതുമ്പോൾ ആ കുരുടനായ മനുഷ്യൻ സൗഖ്യം ലഭിക്കേണ്ടതിന് കർത്താവിന്റെ അടുക്കൽ നിലവിളിക്കുമ്പോൾ ചുറ്റി നടക്കുന്ന ശിഷ്യന്മാരും പുരുഷാരവും കൂടെ അവനെ ശാസിക്കുക. ഈ കാഴ്ചയില്ലാത്തവൻ എങ്ങനെയെങ്കിലും ഒരു സൗഖ്യം കിട്ടാൻ ശ്രമിച്ചപ്പോഴും ആരായിരുന്നു തടസ്സം? പുരുഷാരമാണ്, ശിഷ്യന്മാരുമാണ്. പലപ്പോഴും കർത്താവിന്റെ ഏറ്റവും അടുക്കൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ് മറ്റുള്ളവർ യേശുവിനെ അറിയാൻ തടസ്സമായി നിൽക്കുന്നു. ഭയങ്കര തിക്കും തിരക്കുമാണ്. ഇവരങ്ങ് കർത്താവിനെ ഞെരുക്കി വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവർ കൂട്ടം കൂടി നടക്കുന്നത്. പക്ഷെ പുറത്തോട്ടുള്ള ഒരാൾക്കും യേശുവിനെ കാണാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. പലപ്പോഴും ഏറ്റവും യേശുവിന്റെ അടുക്ക ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നവരാണ് മറ്റുള്ളവർ യേശുവിനെ അറിയാൻ തടസ്സമായി മാറുന്നത്. അതൊരു വലിയ ചിന്ത തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇടം എന്ത് ചെയ്യണം? കൊടുക്കണം. ചില സന്ദർഭത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു ഭവനത്തിൽ കർത്താവ് ഇരുന്ന സമയത്തിൽ ഒരു രോഗിയെ കൊണ്ടുവരുന്ന സമയത്തിൽ പുരുഷാരം മുഴുവനും കുത്തി നിറച്ച് നിന്നത് കൊണ്ട് അവനെ ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയാത്തത് കൊണ്ട് കട്ടിലോടുകൂടി കൂര പൊളിച്ചിട്ട് താഴേക്ക് ഇറക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ആരും എന്ത് ചെയ്യത്തില്ല? ഒന്ന് മാറിക്കൊടുക്കത്തില്ല. ഇവന് ഈ അനുഗ്രഹം, ഈ വിടുതൽ എന്ത് ചെയ്യട്ടെ? പ്രാപിക്കട്ടെ എന്ന്. ചില സന്ദർഭങ്ങളിലൊക്കെ കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരെ അവൻ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നൊഴിഞ്ഞ്
അവനെ കൂടെ എന്ത് ചെയ്യണം? യേശുവിനെ അറിയാനുള്ള ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെയൊക്കെ സ്വഭാവ വൈകല്യങ്ങളാണ് പലപ്പോഴും മറ്റുള്ളവർ യേശുവിനെ അറിയാൻ തടസ്സമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യക്കുറവുകളാണ് മറ്റുള്ളവർ യേശുവിനെ അറിയാൻ തടസ്സമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പുരുഷാര നിമിത്തം ഈ സക്കായിക്കും ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്തു? ഉണ്ടായി. പക്ഷേ ആ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ എന്നാ പിന്നീട് ഒരു അവസരം ആകട്ടെ എന്ന് എന്ത് ചെയ്തില്ല? അവൻ ചിന്തിച്ചില്ല. ഇവിടെ നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ വായിച്ചത്, യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, കർത്താവ് ഒരു പട്ടണത്തിൽ വന്ന് കടന്നു പോകുന്നതിന് മുൻപ് അവനെ സന്ദർശിക്കാൻ, അവനെ സന്ധിക്കാനുള്ള ഒരു താല്പര്യം സക്കായിക്കുണ്ടായതുപോലെ നമ്മളായിരിക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സമയങ്ങളിൽ പട്ടണത്തിലായിരിക്കുന്നവർ യേശുവിനെ കാണുവാനുള്ള ഒരു വാഞ്ചയും താല്പര്യവും ഉണ്ടാകണം. ഇല്ലാത്ത പക്ഷം അവൻ ആ പട്ടണത്തിൽ നിന്ന് എന്ത് ചെയ്യും? അവൻ കടന്നു പോകും. അവൻ കടന്നു പോകുന്നതിന് മുൻപ് രക്ഷ എന്ത് ചെയ്യണം? കരസ്ഥമാക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക പ്രവൃത്തികൾ കർത്താവ് വെളിപ്പെടുത്തി, അവന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ നമ്മെ അതിലേക്ക് പിതാവാൻ ദൈവം ആകർഷിച്ചത് കൊണ്ട് യേശുവിനെ കാണുവാൻ ഇടയായി. ഹല്ലേലൂയ. എത്രയോ പേർക്ക് ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം പ്രാപിക്കാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ദൈവത്തെ എത്ര അധികം എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. കർത്താവ് ഒരു വഴിയിലൂടെ ഇവിടെ യെരിഹോവിൽ നിന്ന് എന്ത് ചെയ്യാണ്? കടന്നു പോകുമ്പോൾ ആ യാത്രയ്ക്കിടയിൽ ഇവിടെ ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനെ യേശുവിനെ സന്ധിപ്പാൻ തക്കൊണ്ട് എന്ത് ചെയ്തു? ഇടയാകുന്നു. ഈ പുരുഷാര നിമിത്തം സക്കായി വളരെ ബുദ്ധിമുട്ടിയെങ്കിലും അവൻ മുൻപോട്ട് എന്ത് ചെയ്തു? ഓടി. ആരും അവരുടെ തലകളിൽ കുറ്റാരോപണങ്ങൾ വയ്ക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? ആരൊക്കെ തടസ്സമാണെങ്കിലും നമ്മൾ കർത്താവിനെ കാണണമെന്നുള്ള, കർത്താവിനെ അറിയണമെന്നുള്ള അതിയായ വാഞ്ച ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും എന്ത് ചെയ്യും? മറികടക്കും. അവൻ എന്ത് ചെയ്തു? ഓടി. അവൻ മുമ്പോട്ട് ഓടി. ആമേൻ. യേശുവിനെ കാണേണ്ടുന്നതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പുരുഷാര നിമിത്തം അവന് ബുദ്ധിമുട്ടുണ്ടായി. ആ സാഹചര്യം അവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എങ്കിലും കർത്താവിനെ കാണാനുള്ള അതിയായ വാഞ്ചയിൽ അവൻ എന്ത് ചെയ്യുന്നു? ഓടുകയാണ്. ഓടിയിട്ട് അവൻ ചെന്ന് കയറിയത് എവിടെയാണ്? ഒരു കാട്ടത്തിയിലാണ്. ഒത്തിരി ആൾക്കാർ യേശുവിനെ കാണാനുള്ള വലിയ താല്പര്യത്തിൽ ചെന്ന് കയറുന്നത് കാട്ടത്തി പോലുള്ള വൃക്ഷങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? പല പാരമ്പര്യങ്ങളിലും തെറ്റായ രീതിയിലുള്ള ഉപദേശങ്ങളിലും തെറ്റായ രീതികളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഇടങ്ങളിലും ഭൗമികമായ കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യസ്തമായ രീതികളിൽ കാട്ടത്തി പോലുള്ള സ്ഥലങ്ങളിലാണ് യേശുവിനെ കാണാൻ പലരും എന്ത് ചെയ്യുന്നത്? ചെന്ന് കയറുന്നത്. പക്ഷേ യേശു അവനെ കണ്ടപ്പോൾ യേശു അവനെ എന്ത് ചെയ്തു? നോക്കി. യേശുവിന്റെ ചുറ്റുപാടുമുള്ള സകലരെയും യേശു എന്ത് ചെയ്യാണ്? കണ്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ സക്കായിയെ യേശു കാണുക മാത്രമല്ല, അവനെ നോക്കി. അവിടെ ആ ഭാഗത്തിൽ നമുക്ക് വരാം. 4-ാമത്തെ വാക്യത്തിൽ 2-ാം പകുതി, യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ. അപ്പോൾ ആ സ്ഥലത്തിൽ എത്തിയപ്പോൾ യേശു അവനെ എന്ത് ചെയ്തു? നോക്കി. യേശു അവനെ കണ്ടിട്ടാണെങ്കിൽ കണ്ട വഴിയിൽ യേശുവിന് എന്ത് ചെയ്യാം? പോകാം. പക്ഷെ അവന്റെ ഉള്ളിലെ ആഗ്രഹം ആരറിഞ്ഞു? യേശു അറിഞ്ഞു. അവന് പണം ഒരിക്കലും സക്കായിക്ക് എന്ത് കൊടുത്തിരുന്നില്ല? സംതൃപ്തി കൊടുത്തിരുന്നില്ല. കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും അവൻ ആ ശൂന്യത നികത്തേണ്ടുന്നതിനുള്ളൊരു ഓട്ടം അവൻ എന്ത് ചെയ്യത്തില്ല? ഓടത്തില്ല. സക്കായി ഓടിയത് പണത്തിന്റെ പുറകെയല്ല ഓടിയത്. സക്കായി ഓടിയത് യേശുവിന്റെ പുറകെ. അവൻ ധനവാനാണ്. പക്ഷെ ആ ധനം അവന് സംതൃപ്തി കൊടുത്തില്ല. അവന് ധാരാളം സമ്പത്തുണ്ട്. മാത്രമല്ല
അവൻ സ്ഥാനമാനങ്ങളുള്ളവനാണ്, പ്രമാണികളിൽ പ്രമാണിയായിട്ടിരിക്കുന്നവനാണ്. ഇതൊന്നും തന്നെ അവൻ എന്ത് ചെയ്തില്ല, ഒരു സമാധാനമോ സ്വസ്ഥതയോ സംതൃപ്തിയോ അവന് കൊടുത്തിരുന്നില്ല. സക്കായിയുടെ ഓട്ടം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി. അതുവരെയും അവൻ ഓടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ധനം സമ്പാദിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓടിയത്. പക്ഷെ യേശു അവിടെ വന്നപ്പോൾ ഇതിനേക്കാൾ എല്ലാത്തിനും അപ്പുറത്ത് യേശുവിൽ ചില കാര്യങ്ങൾ സക്കായി മണത്തറിഞ്ഞിട്ട് അവൻ സകലത്തെയും മാറ്റിവെച്ചിട്ട്, പ്രതിബന്ധങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് യേശുവിനെ കാണുവാനുള്ള അതിയായ താല്പര്യത്തോടുകൂടി അവൻ ഓടുകയും, പക്ഷെ നിർഭാഗ്യവശാൽ യേശുവിനെ കാണേണ്ടെന്നുള്ള താല്പര്യം അവനുണ്ടെങ്കിലും അവൻ ചെന്ന് കയറിയ ഇടം കാട്ടത്തിയാണ്. ഇന്ന് ഒത്തിരി വിശ്വാസികൾ യേശുവിനെ കാണാനുള്ള വലിയ താല്പര്യമുണ്ട്, പക്ഷെ ഉപദേശമില്ലാത്ത സഭകൾ, പ്രമാണങ്ങളും ചട്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാത്ത സഭകൾ, യഥാർത്ഥമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും വചനമെന്ന സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സഭകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾ, പ്രോസ്പെറിറ്റി ഗോസ്പൽ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ നിൽക്കുന്ന ഒത്തിരി കാട്ടത്തി പോലുള്ള സ്ഥലങ്ങളിലാണ് ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നത്, കയറിയിരിക്കുന്നത്. അവിടെയും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് ചിലരെ നോക്കുന്നു. ആ നോട്ടം കൃത്യമായിട്ട് അങ്ങനെയുള്ള കാട്ടത്തികളിൽ ഇരിക്കുന്നവരെയും കർത്താവ് എന്ത് ചെയ്യും? നോക്കിയപ്പോൾ സക്കായിയെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റ നോട്ടത്തിൽ സക്കായിക്കുണ്ടായ കാര്യം എന്താണെന്നറിയോ? പാപബോധം. ഹല്ലേലൂയ. യേശുവിന്റെ നോട്ടത്തിൽ അവൻ എന്തുണ്ടായി? പാപബോധം ഉണ്ടാകും. ആ പാപബോധം ഉണ്ടായിട്ടാണ് അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? വളരെ ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? അവൻ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഈ വലിഞ്ഞു കയറാൻ ഒരു പക്ഷെ എളുപ്പമാണ്. ഈ കാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് എന്താണ്, ഒരു ഷേപ്പില്ലാത്തതും അതേസമയം തന്നെ മുള്ളുകളൊക്കെ ഉള്ള ഒരു മരം എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതിനൊന്നും വകവയ്ക്കാതെയൊക്കെ ചാടി എന്ത് ചെയ്തു? മാളിൽ കയറി. കർത്താവ് പറയുന്ന വേഗത്തിൽ എന്ത് ചെയ്യണം? ഇറങ്ങി വരണം. കുറച്ച് മുറിവുകളും ബുദ്ധിമുട്ടുകളും വേഗത്തിൽ ഇറങ്ങുമ്പോൾ ഈ മുള്ളുകളൊക്കെ കുറച്ച് എന്ത് ചെയ്യും? മുറിപ്പാടുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? തന്നിരിക്കും. എങ്കിലും കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാട്ടത്തികളിൽ നിന്ന് എന്ത് ചെയ്യണം? ഇറങ്ങിയേ പറ്റൂ. കർത്താവിന്റെ വചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ അന്ത്യകാലത്തിൽ കള്ളപ്രവാചകന്മാരെ കൊണ്ട് എന്ത് ചെയ്യും? ദേശം നിറയും. ഉള്ള കാട്ടത്തികൾ കൊണ്ട് എന്ത് ചെയ്യും? ദേശം മുഴുവനും നിറയും. ഇതിനകത്തൊക്കെ കയറി ഇരിക്കുകയാണ് ആൾക്കാർ. യേശുവിനെ കാണണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. പക്ഷെ ഇരിക്കുന്ന ഇടം എവിടാണ്? കാട്ടത്തികൾ. അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇറങ്ങി വരണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യെരിഹോ എന്നുള്ള സ്ഥലമാണ്. യെരിഹോവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എരിഹോവ് ശാപം നിറഞ്ഞ സ്ഥലം എന്നാണ് എരിഹോവിനെ കുറിച്ച് പഠിക്കുന്നത്. യെരുശലേമിനെ കുറിച്ച് അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം ഉള്ള ഇടം എന്നാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ നോക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. ഇവിടെ ശാലേം രാജാവ്, ജെറുസലേം, ശാലേമിലെ രാജാവ്, സമാധാനത്തിന്റെ അടിസ്ഥാനം. അപ്പൊ യെരുശലേം സമാധാനത്തിന്റെ അടിസ്ഥാനം എന്നുള്ള ഒരു പദപ്രയോഗം വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ എരിഹോവിനെ കുറിച്ച് നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരാം. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം നമുക്കറിയാം. എരിഹോ കോട്ടയെ ഇസ്രായേൽ മക്കൾ ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത് ചുറ്റി നടന്നുകൊണ്ട് എരിഹോ കോട്ട എന്ത് ചെയ്യുന്നു? ഇടിഞ്ഞു വീഴുമ്പോൾ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്. 26-ാം വാക്യത്തിൽ, അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ എരിഹോ കോട്ട, ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? അവിടെ യോശുവയാണ് ഈ എരിഹോ പട്ടണത്തെ
ശപിച്ചുകൊണ്ടൊരു വാക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്, ഈ പട്ടണം അതായത് എരിഹോ കോട്ട അവിടെ എന്ത് ചെയ്തു, ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എരിഹോ കോട്ട എന്ത് ചെയ്തു, തകർന്നു വീണു. പക്ഷെ അവിടെ യോശുവ പറയുന്നു, ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ, അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്നിങ്ങനെ പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചുവോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ വരും 34-ാം വാക്യം. അവന്റെ കാലത്ത് ബഥേല്യനായ ഹീയേൽ എരിഹോ പണിതു. കണ്ടോ, എരിഹോ പണിയുന്ന നാളിൽ അനർത്ഥമുണ്ടാകുമെന്ന് പറഞ്ഞ കാര്യം അതങ്ങനെ സംഭവിച്ചുവോ എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിൽ അത് കാണുന്നുണ്ട്. ബഥേല്യനായ ഹീയേൽ എരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വച്ചപ്പോൾ ശെഗ്ദൂ എന്ന ഇളയ മകനും നഷ്ടം വന്നു. അപ്പോ എരിഹോ ശാപത്തിന്റെ പട്ടണമാണ്. ആ ശാപത്തിന്റെ പട്ടണത്തിലും കർത്താവ് എന്ത് ചെയ്തു, കർത്താവിന്റെ ദൗത്യവുമായിട്ട് അവിടെ കടന്നു വരികയും കടന്നു വന്നിട്ട് അതുവഴിയായിട്ട് എന്ത് ചെയ്യുന്നു, പോകുമ്പോൾ അവസാനത്തെ ചാൻസ് എന്നുള്ള രീതിയിൽ ഒരു അതിധനവാനായിട്ടുള്ളൊരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ പട്ടണത്തിലൂടെയും കർത്താവ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഗൗരവത്തോടുകൂടി കർത്താവിന്റെ സുവിശേഷത്തെ നമ്മൾ ശ്രവിക്കണം. നമ്മുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു ധനവാൻ അവൻ അധികം ധനം ഉണ്ടാക്കേണ്ട വഴിയല്ല ആദ്യം അവൻ അന്വേഷിച്ചത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം. രണ്ടാമത്തെ ധനവാന്റെ ലക്ഷ്യം എന്താണ്? അവനും എന്ത് കിട്ടണം? നിത്യജീവൻ കിട്ടണം. അവർക്ക് ബോധ്യമുണ്ടായി. ഇന്ന് ലോകത്തിൽ പ്രോസ്പെറിറ്റി ഗോസ്പലിന് വേണ്ടി അതിന്റെ പിറകെ യാത്ര ചെയ്യുന്ന ഒത്തിരി വിശ്വാസികൾ അറിയുന്നില്ല ആത്മാവിന്റെ നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ ഉള്ള സുവിശേഷം. ഹല്ലേലൂയ. ഈ ശാപത്തിന്റെ കീഴിരിക്കുന്ന പട്ടണത്തിലൂടെ കർത്താവ് യാത്ര ചെയ്യുന്നത് പോലെ ഈ ലോകം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, നിത്യ ന്യായവിധിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മളായിരിക്കുന്ന തലമുറയിലും കർത്താവിന്റെ സുവിശേഷത്തിലൂടെ ദൈവസഭ യാത്ര ചെയ്യുമ്പോൾ അതിനിടയിൽ ആ സുവിശേഷം കൃത്യമായിട്ട് കേൾക്കുവാനും അറിയുവാനും കാട്ടത്തികൾ പോലുള്ള പല തെറ്റായ സംവിധാനങ്ങളിൽ നിന്ന് വേഗത്തിൽ താഴെ ഇറങ്ങുവാനും ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവിനെ പിൻഗമിപ്പാൻ ദൈവം അധികമായ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പകരും. സഖായിയെ സംബന്ധിച്ചിടത്തോളം അവൻ താഴെ ഇറങ്ങി കർത്താവിനെ എന്ത് ചെയ്യുന്നു? അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും താഴ്മപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത മനുഷ്യനാണ് ഈ സഖായി. കാരണം ആ പട്ടണത്തിൽ എല്ലാ മനുഷ്യർക്കും മകളിൽ അവൻ എന്തുണ്ട്? അധികാരമുള്ളവനും ധനമുള്ളവനുമാകയാൽ അവൻ താഴ്മപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ യേശു താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? വേഗത്തിൽ താഴേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി പേർക്കുള്ള ഒരു വലിയ തടസ്സമാണ് താഴ്മപ്പെടാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. കർത്താവിനെ അനുഗമിക്കേണ്ടുന്നതിന് പലതും വിട്ടുകളയാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. പലതും ഉപേക്ഷിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഹല്ലേലൂയ. ഈ ശാപം പിടിച്ച എരിഹോവിൽ നിന്ന് രക്ഷിപ്പാൻ കർത്താവ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, തിരിച്ച് വീണ്ടും അടുത്തൊരു റൗണ്ട് അവിടെ വരണം നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടത്തിലൂടെ കർത്താവ് വചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവനെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ആ യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ എന്ത് ചെയ്യുവിൻ? അവനെ അന്വേഷിപ്പിൻ. അവൻ ദൂരസ്ഥനല്ല, അവൻ സമീപസ്ഥനായിരിക്കുന്നു. അവൻ ഇമ്മാനുവേലായി കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കാൻ സകലതും ഉപേക്ഷിച്ചുകൊണ്ട് നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക്
ഈ സഖായിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വീണ്ടും ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. സെഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം. ഇന്നൊത്തിരി പേര് സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനമല്ല എന്ത് ചെയ്യുന്നത് പറയുന്നത്. സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കടഭാരം മാറും, ജപ്തി നോട്ടീസ് എന്ത് ചെയ്യും? അസാധുവാകും, ജോലി കിട്ടും, സ്ഥാനക്കയറ്റം കിട്ടും. എന്ത് ചെയ്താൽ മതി? ഇന്നുള്ള കഷ്ടങ്ങളെല്ലാം മാറും, സ്നാനപ്പെട്ടാൽ മതി. മാനസാന്തര സ്നാനത്തെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അടുത്ത വാക്യത്തിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. 7-ാം വാക്യം, അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആര്? ഇവിടെ സ്നാപയോഹന്നാൻ അഭിസംബോധന ചെയ്യുന്നത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം എന്നൊന്നും പറഞ്ഞിട്ടല്ല, സർപ്പസന്തതികളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആര്? വരുവാനുള്ള ഒരു ദൈവകോപം, ദൈവത്തിന്റെ ശിക്ഷാവിധി, ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുത്താതെ അതിനെ ഒഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ നിങ്ങളെ ഉപദേശിച്ച് തന്നത് ആര്? അത് അന്നത്തെ കാലത്തുകൊണ്ട് ഇന്നത്തെ കാലത്തുണ്ട്. ദൈവിക ന്യായവിധികളെ കുറിച്ച് എന്ത് ചെയ്യത്തില്ല? ഉപദേശിക്കത്തില്ല. ദൈവഭയത്തെ കുറിച്ച് വചനത്തിലൂടെ ബോധ്യം എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. ഒരിക്കൽ മരിക്കും എന്നും പിന്നെ ന്യായവിധി ഉണ്ടെന്നും ആ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാനുള്ള മാർഗം എന്താണെന്നും ഒന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഇവിടെ സ്നാപയോഹന്നാനും ആ ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്തു കണ്ടിട്ട് വരാനുള്ള ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര് എന്ന് ചോദിച്ചിട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. പുരുഷാരം ചോദിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉപമ പറഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായി ദൈവത്തിന്റെ ശിക്ഷാവിധി എന്ത് ചെയ്യും? ഉണ്ടാകും. മാനസാന്തരത്തിന് തക്ക ഫലം എന്ത് ചെയ്യണം? കായ്ക്കണമെന്ന് പറഞ്ഞിട്ട് പുരുഷാരം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് വസ്ത്രവും ഭക്ഷണവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ കാര്യമെങ്കിലും എന്ത് ചെയ്യണം? ഉള്ളവൻ ഇല്ലാത്തവൻ എന്ത് ചെയ്യണം? കൊടുക്കണം. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. സിമ്പിളായിട്ടുള്ള ഒരു മാനസാന്തരത്തിന്റെ കാര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുന്നത്. 12-ാം വാക്യത്തിൽ വന്നപ്പോൾ ചുങ്കക്കാരും സ്നാനം ഏൽപ്പാൻ വന്നു. ഇവിടെ നമ്മൾ സക്കായി എന്ന ചുങ്കക്കാരനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി അവിടെ വരുന്നത്. സക്കായിക്ക് ബോധ്യം ഉണ്ടായിരുന്നു നിത്യജീവനെ കുറിച്ച്. അവൻ അതിന് തടസ്സമായിരുന്നത് തന്റെ സ്ഥാനവും മാനവും പേരും പ്രശസ്തിയും ധനവും. ഇതിനെല്ലാം അവൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ശിഷ്യന്മാർക്ക് മാത്രമല്ല ഈ വലയും വള്ളവും ഉപേക്ഷിക്കാൻ കഴിഞ്ഞത്, ഒരു ധനവാനായിരിക്കുന്ന ഒരു ചുങ്കക്കാരനും എന്ത് ചെയ്തു ഇതെല്ലാം ഉപേക്ഷിക്കാനായിട്ട്? കാരണം എന്താണ്? മാനസാന്തരത്തിന് തക്ക ഫലം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് സക്കായിക്ക് ബോധ്യമുണ്ടായി. ഹല്ലേലൂയ. ഇവിടെ ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചുങ്കക്കാർ ചോദിക്കുമ്പോൾ അവരോട് നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത്. അപ്പൊ സക്കായിക്ക് ബോധ്യമുണ്ടായി താൻ പിരിച്ച എന്താണ്? അധികമായിട്ടുള്ളത്. അധികമായതൊന്നും പിരിക്കരുതെന്ന് പറഞ്ഞു. അടുത്ത ആൾക്കാരായിരുന്നു? പടജനം.
അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർ വന്നു, ചുങ്കക്കാർ വന്നു, പടജനം വന്നു. മൂന്ന് പേരിടത്തും പറയുന്നത് മൂന്ന് രീതിയിലാണ്. സാധാരണ എല്ലായിടത്തും പറഞ്ഞ എന്താണ്? 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണ സാധനങ്ങളും അങ്ങനെ എന്ത് ചെയ്യണം? കൊടുക്കണം. ചുങ്കക്കാരൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അധികം, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതിൽ അധികമൊന്നും എന്ത് ചെയ്യരുത്, പിരിച്ചെടുക്കരുത്. പടജനത്തോട് പറഞ്ഞ എന്താണ്? ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പിൻ. ഇതാണ് ഈ 3 കൂട്ടരെടുത്ത് എന്ത് ചെയ്തേ? ഇവിടെ സ്നാപകയോഹന്നാൻ മാനസാന്തര സ്നാനത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ സക്കായി യേശുവിനെ കണ്ടു കഴിയുമ്പോൾ ഈ ശാപത്തിന്റെ എല്ലാവിധമായ കെട്ടുകളിൽ നിന്നും, ഈ എരിഹോവിന്റെ എല്ലാവിധമായ കെട്ടുകളിൽ നിന്നും, ഈ കാട്ടത്തിയിൽ നിന്ന് ഉള്ള എല്ലാ മുള്ളുകളുടെ ഇടയിലൂടെ വലിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് താൻ മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കാതെയല്ല കർത്താവിനെ എന്ത് ചെയ്യുന്നത്? അനുഗമിക്കുന്നത്. അവൻ ചില കാര്യങ്ങൾ അവിടെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ കർത്താവിനെ എന്ത് ചെയ്തു? കൈക്കൊള്ളുകയാണ്. കർത്താവിൽ നിന്നുള്ള കാര്യങ്ങൾ കൈക്കൊള്ളുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്, കർത്താവിനെ കൈക്കൊള്ളുന്ന കാര്യമാണ്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. യേശുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കൈക്കൊള്ളുന്ന കാര്യമല്ല. അതെല്ലാവർക്കും എന്താണ്? സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും ഒക്കെ എല്ലാവർക്കും എന്താണ്? സന്തോഷമുള്ളതാണ്. പക്ഷെ ഇവിടെ സക്കായി അവന്റെ ധനം കുറച്ചുകൂടെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോഴല്ല അവൻ സന്തോഷമുണ്ടായത്. കർത്താവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം കർത്താവ് അവനെ നോക്കി അവന് പാപബോധമുണ്ടാക്കി അവനായിരിക്കുന്ന സകല കാര്യത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി കർത്താവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം അവൻ സന്തോഷത്തോടെ കർത്താവ് എന്ത് ചെയ്തു? കൈക്കൊണ്ടു. കണ്ടവരല്ല. അപ്പൊ ഈ കാര്യം കണ്ടവരല്ല എന്ത് ചെയ്തു? അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി. യേശു ഉടനെ എങ്ങോട്ട് പോവുകയാണ്? സക്കായിയുടെ കൂടെ അവന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? പോവുകയാണ്. അപ്പൊ കൂടെ നടന്ന പാർട്ടികളെല്ലാം കൂടെ പറഞ്ഞ എന്താണ്? യേശു ഇപ്പൊ എങ്ങോട്ട് പോയി? പാപിയായ ഒരു മനുഷ്യന്റെ പുറകെ അവനോട് കൂടെ പാർക്കാനായിട്ട് എന്ത് ചെയ്യാണ്? യേശു പോവുകയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പിറുപിറുത്തു. ചില കൂട്ടർ എന്ത് ചെയ്യും? പിറുപിറുക്കും. കർത്താവിനെ ചുറ്റിപ്പറ്റി നിന്നവരാണ്. ഈ സക്കായിയെ കാണാൻ പോലും തടസ്സമായിട്ട് ചുറ്റിപ്പറ്റി നിന്നവരാണ്. പക്ഷെ ഇവന് കാട്ടത്തിമേൽ കയറിയിട്ടാണ് കർത്താവിനെ എന്ത് ചെയ്യുന്നത്? കാണുന്നതും അറിയുന്നതും. അവന് പാപബോധം ഉണ്ടായി അവൻ താഴേക്ക് എന്ത് ചെയ്യുന്നു? ഇറങ്ങുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ കാണാൻ വന്നവന്റെ കൂടെ പാർക്കാനായിട്ട് കർത്താവ് പോവുകയാണ്. എങ്ങനെയുള്ളവനെന്ന് കാണാനാണ് സക്കായി എന്ത് ചെയ്ത് ശ്രമിച്ചത്. പക്ഷെ അങ്ങനെ ആയി വന്ന് പിന്നീട് എന്ത് ചെയ്തു? കർത്താവ് അവന്റെ കൂടെ അവന്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നു? പാർക്കാൻ പോയി. എന്തോ ഒരു ബ്ലെസ്സിങ് അല്ലേ. പലപ്പോഴും പല കൂട്ടായ്മകളിലും പലരും വരുന്നത് കർത്താവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് വിളിച്ചതല്ലേ ഒന്ന് അവിടെ ഒന്ന് പോയിട്ട് പോകാം എന്നാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. പക്ഷേ ആ ഒരൊറ്റ വരവിൽ തന്നെ കർത്താവ് എന്ത് ചെയ്യും? അവനോടൊപ്പം അവന്റെ വീട്ടിൽ എന്ത് ചെയ്യും? ദൈവത്തിന് എന്തോ ഒരു സ്നേഹമാണ്. ഹല്ലേലൂയ. ഇവിടെ പാപിയായ മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഒത്തിരി പേരെന്ത് ചെയ്യും? പിറുപിറുക്കും. സക്കായിയോ നിന്ന് കർത്താവിനോട് അവിടെ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു? തീരുമാനമെടുക്കുക. ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യം, ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നേരത്തെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ മാനസാന്തരത്തിന് തക്ക ബലം എന്ത് ചെയ്യണം? കായ്ക്കണം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഒറ്റ നോട്ടത്തിൽ യേശു ഒന്നും എന്ത് ചെയ്തില്ല, സക്കായിയോട് പറഞ്ഞില്ല. പക്ഷേ സ്നാപകയോഹന്നാൻ എന്ത് ചെയ്തു? പറഞ്ഞു. യേശു പറയാതെ യേശുവിന്റെ ഒറ്റ നോട്ടത്തിൽ അവന്റെ ഹൃദയത്തിനകത്ത് ചില തീരുമാനങ്ങൾ എന്ത് ചെയ്തു? ഉണ്ടായി. ഹല്ലേലൂയ, ആമേൻ. അവന്റെ തീരുമാനം എന്തായിരുന്നു? കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നുണ്ട്. നമ്മൾ 18-ാമത്തെ അധ്യായത്തിൽ ഒരു ധനവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഇതിന്റെ വസ്തുവകകൾ വിറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ഇട്ടിട്ട് പോയി. അവന്റെ ഉള്ളിലെ വിഗ്രഹം എന്താണ്? ഈ പറയപ്പെട്ടതെല്ലാം. പക്ഷെ ഈ സക്കായിക്ക് എല്ലാറ്റിനും മുകളിൽ അവൻ യേശുവിനെ എന്ത് ചെയ്തു? ബലപ്പെട്ടവനായി കണ്ടു. യേശുവിന്റെ വീട്ടിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതിന് മാനസാന്തരത്തിന് തക്ക ഫലം എന്ത് ചെയ്യണം?
ഉണ്ടാകണം എന്നുള്ള കാര്യം ഈ സക്കായിക്ക് എന്ത് ചെയ്തു? ബോധ്യമുണ്ടായിട്ട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും? കാര്യം അന്നത്തെ ദിവസത്തിൽ തന്നെ എല്ലാം പേപ്പർ വർക്കുകളെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അന്നത്തെ ദിവസം തന്നെ വിറ്റിട്ട് കാശാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കൊടുക്കുന്നുണ്ട്. തീരുമാനം. രണ്ടാമത് പറഞ്ഞെന്താണ്? വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. പ്രസന്റ് ഇപ്പോ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് എന്ത് ചെയ്യും? മാനസാന്തരത്തിന്റെ ബലം എന്ത് ചെയ്യണം? ഉണ്ടാകണം. താഴേക്ക് ഇറങ്ങി വരിക മാത്രമല്ല, കാട്ടത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക മാത്രമല്ല, ചില പാരമ്പര്യങ്ങളെയൊക്കെ വിട്ട് താഴേട്ട് ഇറങ്ങി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല, കാര്യമാവത്തില്ല. മാനസാന്തരത്തിന് തക്ക ബലം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഈ കാര്യത്തെക്കുറിച്ച് സെക്കായിക്ക് കാര്യം എന്ത് ചെയ്തു? ബോധ്യമുണ്ടായി. ലേവിയുടെ പുസ്തകത്തിൽ വരാം, 6-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് പോഷ്കു പറയുകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് പോഷ്കു പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലോട് 1/5 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം. അപ്പോൾ മുതലിനോട് 5/1 കൂടെ കൂട്ടിയിട്ട് മടക്കി എന്ത് ചെയ്യണം? കൊടുക്കണം. യാക്കോബിന് സക്കായിക്ക് ഈ കാര്യം ആര് പറഞ്ഞു കൊടുത്തു? യേശുവിന്റെ ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്തു? അവൻ ആ കാര്യം മനസ്സിലായി. വചനത്തെ നിങ്ങൾ കൃത്യമായി സൂക്ഷ്മതയോടെ അന്വേഷിക്കുന്നവരാണെങ്കിൽ വചനത്തിലൂടെ നിങ്ങളെ യേശു നോക്കും. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനെയും വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാത്തിനും കണക്കെന്ത് ചെയ്യണം? കൊടുക്കണം. എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? അനുഗ്രഹിക്കപ്പെടത്തില്ല. ആ വാക്യം നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശു പറഞ്ഞെന്നാണ്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു എന്നുള്ള ഒറ്റ പദം കൊണ്ട് ആ വീട്ടിന് രക്ഷ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ചെയ്യാനുള്ള കാര്യം എന്ത് ചെയ്യണം? ചെയ്യണം. ചെയ്യുമ്പോഴാണ് ആ വീട്ടിന് രക്ഷ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചയാണ്. കർത്താവ് ഈ വീടിന്റെ രക്ഷകനെന്ന് പ്രിന്റ് ചെയ്തിട്ട് ചില വീടുകളിലെ കട്ടളയിൽ എന്ത് ചെയ്യും? ആണി തറച്ചു വയ്ക്കും. കർത്താവ് ഈ വീടിന്റെ രക്ഷകനെന്ന് കട്ടളയിൽ ആണി തറച്ചു വെച്ചാൽ എന്ത് ചെയ്യത്തില്ല? രക്ഷ വരത്തില്ല. ഒരു സക്കായി ധനവാനിൽ ധനവാൻ, പ്രമാണിയിൽ പ്രമാണിയായ ഒരു മനുഷ്യൻ, ഉള്ള കള്ളത്തരങ്ങളും കൊള്ളയടിച്ചും ധനം സമ്പാദിച്ചു വെച്ചിരുന്ന മനുഷ്യൻ. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒട്ടക സൂചിക്കുഴയിലൂടെ എന്ത് ചെയ്യും? കടക്കുമെന്നറിഞ്ഞ പോലെ ഈ ഒട്ടകത്തെ പോലെ ഇരുന്ന ഈ സക്കായി കാഴ്ചയിൽ കുറിയവനാണെങ്കിലും ദൈവരാജ്യത്തിലേക്കുള്ള പ്രധാന കവാടം എന്ത് ചെയ്തു? അടഞ്ഞുവെങ്കിലും ഈ സക്കായിക്ക് ഒട്ടകത്തെ പോലെ പല മുഴകളും കുറുക്കിൽ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു ധനത്തിന്റെ. പക്ഷെ അവന് കുത്തിഞ്ഞെരുക്കിനകത്തോടെ എന്ത് ചെയ്തു? അപ്പുറത്ത് കടന്നു. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. നിങ്ങൾ എത്ര പേർ അത് മനസ്സിലാക്കും? ഒരു ശുശ്രൂഷക്കാരൻ നിന്നും കൊണ്ട് നിന്റെ വീട്ടിൽ ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രക്ഷ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. എന്നാ എളുപ്പമാണല്ലോ. എല്ലാ വീട്ടിലും ചെന്ന് കയറിയിട്ട് ഈ വീട്ടിൽ ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ചെയ്യാനുള്ള കാര്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ വഞ്ചിച്ചതും കവർന്നതും വ്യാജം പറഞ്ഞതും ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സക്കായിയുടെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ അത് ആരുടെയും കൂടെ കാര്യമാണ്? അതിന് നമ്മളതിലൊന്നും ഇല്ലല്ലോ. ഈ ഇല്ലാത്തതിന്റെ കാര്യം കൂടെയാണ് പറയുന്നത്. മനസ്സിലാകുന്നു? കർത്താവേ, ഞങ്ങളെ
അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ എന്ന് പറയാനും പ്രാർത്ഥിക്കാനും എളുപ്പമാണ്. മാനസാന്തരത്തിന്റെ ഫലം കായ്ച്ചുകൊണ്ട് ഭവനത്തിലെ രക്ഷ എന്ത് ചെയ്യണം? കരസമാധാനം. ഹല്ലേലൂയ. ആ വാക്കുണ്ടോ? ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. മേളിലോട്ടുള്ള എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് മാത്രം എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിനും ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ എന്തുമാത്രം ആത്മാവിലാവും? ഇവിടെ ആത്മാവിലാകുന്നതിന് മുമ്പ് എന്ത് വേണം? മാനസാന്തരം വേണം. ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്താണ്? അങ്ങ് ഭയങ്കര ആത്മാവ് പകർച്ചയുണ്ടാവും. മാനസാന്തരം ഉണ്ടാവണം. ആരെ പോലെ? അവനെ എന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടേ ഉള്ളൂ, അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എല്ലാം ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? വാങ്ങിച്ചിട്ടുള്ളൂ, അങ്ങോട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ സക്കായി പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? വാസ്തവയിൽ പാതി ഞാൻ എന്ത് ചെയ്യും? ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. മറ്റവൻ എന്ത് ചെയ്തു? ആദ്യത്തവൻ 18 അധ്യായത്തിലെ അതിനാണ് അവന് പ്രാധാന്യം കൊടുത്ത് അവൻ ഇട്ടിട്ട് പോയി. അവൻ നിത്യത എന്ത് ചെയ്തു? നഷ്ടമാക്കി. ഇവനും അബ്രഹാമിന്റെ മകനല്ലേ എന്ന് പറയുമ്പോൾ അബ്രഹാം ശാലോൻ രാജാവിന് എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ വായിച്ചു. സകലത്തിലും എന്ത് ചെയ്തു? ദശാംശം കൊടുത്തു എന്നും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വായിക്കുന്നു. അപ്പോ ഒത്തിരി പേർ ദൈവത്തിന് എന്ത് ചെയ്തു? കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുമ്പോൾ വീടിന് രക്ഷ വേണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ, ഈ ഞെരുക്കങ്ങൾ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രമാണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, വിധികളുണ്ട്, ചട്ടങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യണം? ക്രമപ്പെടുമ്പോൾ നിനക്ക് മാത്രമല്ല നിന്റെ ഭവനത്തിൽ കൂടി ദൈവികമായ രക്ഷ എന്ത് ചെയ്യും? ഉണ്ടാവും. ശാപം പിടിച്ച സ്ഥലത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ അധികാരമുള്ള കർത്താവ് അതുവഴി പോയപ്പോൾ അത് ഏറ്റവും പ്രയോജനപ്പെടുത്തിയത് സക്കായിയാണ്. കൂടെ ഒത്തിരി ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? കൂടി അത്ഭുതം കാണാനും അടയാളം കാണാനും സൗഖ്യം ഉണ്ടാക്കാനും വിടുതലുണ്ടാക്കാനും. പക്ഷെ അവിടെ മാനസാന്തരപ്പെട്ടത് ആരായിരുന്നു? സക്കായിയാണ്. ഹല്ലേലൂയ. സക്കായിക്ക് ഒരുപക്ഷെ മേളിൽ ഇരുന്നപ്പോൾ എല്ലാവരെയും കാണാം, യേശുവിനെയും കാണാം. ആരും സക്കായി എന്ത് ചെയ്തില്ല? കണ്ടിരുന്നില്ല. പക്ഷെ ആർക്ക് ലഭിക്കാത്ത ഒരു മാനസാന്തരത്തിന്റെ അനുഗ്രഹം ആരും കാണാത്തവനായ സക്കായി പ്രാപിച്ചു. പക്ഷെ ജനം സക്കായിയെ കണ്ടില്ലെങ്കിലും കാണേണ്ടിയവൻ സക്കായിയെ കണ്ടു. നിന്നെ ലോകത്തിൽ ആരും എന്ത് ചെയ്യില്ല, കണ്ടില്ലെങ്കിലും നിന്നെ കാണേണ്ടിയവൻ നിന്നെ കാണുമ്പോൾ, നിന്നെ നോക്കേണ്ടിയവൻ നിന്നെ നോക്കുമ്പോൾ. ഒത്തിരി ആൾക്കാരെ പരാതി എന്താണ്? എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല. കാണേണ്ടിയവൻ കാണുകയും നോക്കേണ്ടിയവൻ നോക്കുകയും ചെയ്യുമ്പോൾ നിത്യജീവന്റെ ബ്ലെസ്സിങ്സ്, മാനസാന്തരത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. മാനസാന്തരത്തിന് തക്ക ഫലം ലൂക്കോസ് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചാണ്. മാനസാന്തരത്തിന് തക്ക ഫലം എന്ത് ചെയ്യണം? കായ്ക്കണമെന്ന് സ്നാപകയോഹന്നാൻ പറഞ്ഞ കാര്യത്തിന്റെ അനുഗ്രഹം യേശു കടന്നു പോകുമ്പോൾ സക്കായി ആ കാര്യത്തിൽ തീരുമാനം യേശുവിനെ അറിയിച്ചപ്പോൾ കർത്താവ് പറയണ ഇന്ന് ഈ വീടിന് രക്ഷ. സംഖ്യാപുസ്തകം 5-ാമത്തെ അധ്യായം 5-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരനായാൽ ചെയ്ത പാപം അവൻ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ 5-1 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവന് പകരം കൊടുക്കണം. എന്നാൽ അകൃത്യത്തിന് പ്രതിശാന്തി വാങ്ങുവാൻ അവന് ചാർച്ചക്കാരനില്ലെങ്കിൽ അകൃത്യത്തിനുള്ള പ്രതിശാന്തി യഹോവയ്ക്ക് കൊടുക്കുന്നത് പുരോഹിതനിരിക്കണം. അതുകൂടാതെ അവന് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാനുള്ള പ്രായച്ചിത്തത്തിന്റെ ആട്ടുകൊറ്റനെയും എന്ത് ചെയ്യണം? അർപ്പിക്കണം. ഇസ്രായേൽ മക്കൾ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരുന്ന സകല വിശുദ്ധ വസ്തുക്കളിലും ഉദർച്ചയായതൊക്കെയും അവനിരിക്കണം. ആരെങ്കിലും ശുദ്ധീകരിച്ചർപ്പിക്കുന്ന വസ്തുക്കൾ അവനുള്ളതായിരിക്കണം. ആരെങ്കിലും പുരോഹിതന് കൊടുക്കുന്നതെല്ലാം അവനുള്ളതായിരിക്കണം. ഇവിടെ സക്കായിയെ കുറിച്ച് കർത്താവ് ഇവന് അബ്രഹാമിന്റെ മകനല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? പ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചു. ഇന്നത്തെ വിശ്വാസികൾ ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവകാശവാദം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പക്ഷെ പ്രമാണത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് അവർ പറഞ്ഞൊഴിയുന്ന എന്താണെന്നറിയോ? അത് പഴയ നിയമമല്ലേ,
പഴയ നിയമത്തിലെ പ്രമാണങ്ങളും ഉപദേശങ്ങളും ചട്ടങ്ങളും എല്ലാം നിവർത്തിപ്പാൻ തന്നെയാണ് ആര് വന്നത്? യേശു വന്നത്. യേശു നിവർത്തിച്ചപ്പോൾ യേശുവിലിരുന്ന ആത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിന്റെ നിവർത്തി കൂടെയാണ്. ന്യായപ്രമാണത്തിന്റെ നിവർത്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതൊരു വിശദമായ പഠനമാണ്. പഴയ നിയമത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? നിന്നു പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ കൽപ്പനകൾ തന്നെയാണ്. ന്യായപ്രമാണത്തെ നീക്കാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ അത്ര ഞാൻ എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിലൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കുറയ്ക്കാനോ കൂട്ടാനോ പാടുള്ളതല്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലും ജീവനും മരണവുമാണ് പ്രമാണത്തിൽ വച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലും എന്താണ്? ജീവനും മരണവും. ഈ രണ്ട് കാര്യങ്ങളാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തെ അനുസരിച്ച് നിത്യജീവനിൽ കടക്കാൻ ആർക്കും എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിച്ചുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ക്രിസ്തു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഇത് അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു. സക്കായിയെ നോക്കി പറഞ്ഞു, ഇവൻ ആരാണ്? ഇവനും അബ്രഹാമിന്റെ മകനാകൽ. എങ്ങനെ? അനുതപിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് മാനസാന്തരത്തിന് തക്ക ഫലം പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ താൻ എന്ത് ചെയ്തു? തീരുമാനമെടുത്ത് അത് ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഉറപ്പ് കർത്താവിന് കൊടുത്തപ്പോൾ യേശു സക്കായിയെ വിളിക്കാണ്. ഇവൻ ആരുടെ മകനാണ്? അബ്രഹാമിന്റെ മകൻ. ഇവന്റെ വീട്ടിന് എന്ത് വന്നു? രക്ഷ വന്നു. രക്ഷ കരസ്ഥമാകട്ടെ, രക്ഷ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ വരുമോ? എളുപ്പ വഴിയാണ് ആൾക്കാർക്ക് ഇഷ്ടം. ദൈവവചനത്തെക്കുറിച്ച് യാതൊരു തെളിച്ചവും വെളിച്ചവും ആത്മനിറവും ഇല്ലാത്ത ആരെങ്കിലും നിന്നിട്ട് വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, വേറെ ഒന്നും അവന് പറയാനില്ല. കേട്ടോണ്ടിരിക്കണവന് ഒന്നും അറിഞ്ഞൂടല്ലോ. അവൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും, ഇപ്പം അനുഗ്രഹിക്കപ്പെടും, ഇപ്പം വിടുവിക്കപ്പെടും. ആയുഷ്കാലം എന്ത് ചെയ്തു? തീരും. കാട്ടത്തിൽ നിന്ന് ഇറങ്ങണം, കുറച്ച് മുറിയും കുറെ പാരമ്പര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? ഇറങ്ങണം. അല്ലേ, എൻ്റെ അപ്പൂപ്പൻ വെച്ച പള്ളിയാണ്. എൻ്റെ അമ്മ പ്രസവിച്ചതും ഡെഡിക്കേറ്റ് ചെയ്തതെല്ലാം ആ പള്ളിയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വിടണ കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓർക്കാൻ കൂടി പറ്റുന്നില്ല. കാട്ടത്തിൽ ഇരുന്ന് എന്ത് ചെയ്യാം? ചക്ക വീണ പോലെ ഒരു ദിവസം എന്ത് ചെയ്യും? താഴെ വീഴും. സക്കായി ഇറങ്ങി വന്നു നേരത്തെ, അല്ലെങ്കിൽ പഴുത്ത് വീഴും. സങ്കടം കൊണ്ട് പറയണതാണ് കേട്ടോ. എല്ലാവർക്കും കാട്ടത്തിൽ ഇരിക്കാനാണ് ഇഷ്ടം. യേശുവിനെ കാണാം, കൂടെ നടക്കണവരെ, ഉന്തിത്തള്ളി നടക്കണവരെ കാണാം, താഴേക്ക് ഇറങ്ങി. അല്ലേ, കർത്താവ് എന്തുകൊണ്ട് വീട്ടിൽ താമസിക്കുന്നില്ല? മാനസാന്തരത്തിന് തക്ക ഫലം. കർത്താവ് എന്തുകൊണ്ട് സക്കായിയുടെ വീട്ടിൽ പോയി താമസിച്ചു? ചുങ്കക്കാരനായെന്നാണോ? ചുങ്കക്കാരനായന്റെ വീട്ടിലും കർത്താവ് എന്ത് ചെയ്യും? അവിടെ വേറെ ചുങ്കക്കാരന്മാരായും ഇല്ല. എല്ലാ ചുങ്കക്കാരന്മാരുടെ വീട്ടിലും കർത്താവ് പോയി താമസിച്ചോ? ഇല്ല. മാനസാന്തരം, അനുതാപം, മാനസാന്തരത്തിന്റെ ഫലം എന്ത് ചെയ്തു? മാനസാന്തരപ്പെടാമെന്നുള്ളതല്ല, ആ മാനസാന്തരത്തിന്റെ ഫലം എന്ത് ചെയ്യണം? ഉണ്ടാകുമ്പോൾ അപ്പൊ വീട്ടിൽ കർത്താവ് പാർക്കണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ആര് കാണും? വരണമേ എന്ന് എന്ത് ചെയ്യണ്ട, വിളിക്കണ്ട. കർത്താവ് വന്ന് അവിടെ പാർക്കും. അവിടെ സമാധാനം, അവിടെ ശാലോം, യഹോവ ശാലോം, സമാധാനത്തിന്റെ പ്രഭു അവിടെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ചിലർക്ക് യേശുവിന്റെ അനുഗ്രഹങ്ങൾ മതി, ചിലർക്ക് യേശുവിന്റെ വാക്ക് കേട്ടാൽ മതി, ചിലർക്ക് കർത്താവിനെ അനുഗമിക്കാനാണ് താല്പര്യം. എന്നാൽ കർത്താവിന്റെ ഭവനത്തിൽ എന്ത് ചെയ്യണം? പാർക്കണം. ചില സന്ദർഭങ്ങളിൽ കർത്താവിന്റെ വിടുതൽ നമുക്ക് ആവശ്യമാണ്, ചില സന്ദർഭങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്, ചില സന്ദർഭങ്ങളിൽ കർത്താവിന്റെ ശബ്ദം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവെ നീ എന്നെ തൊടണം. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ കടന്നു പോകാനൊക്കെ വലിയ സന്തോഷമാണ്. പക്ഷെ ജീവിതത്തിൽ ചില ക്രൈസിസ് വരുമ്പോൾ കർത്താവെ നീ എന്നോട് കൂടെ പാർക്കണം, നീ എൻ്റെ ഭവനത്തിൽ പാർക്കണം. ആളത്തമായി നിന്റെ സ്പർശനം എനിക്ക് എന്ത് ചെയ്യണം? അറിയണം. ആ ശബ്ദം എനിക്ക് എന്ത് ചെയ്യണം? കേൾക്കണം. എവിടെയെങ്കിലും പോയിട്ടല്ല, എൻ്റെ ഭവനത്തിൽ എനിക്കത് കേൾക്കണം. ആത്മാവുണ്ടോ? ആത്മാവിൽ നിങ്ങളത് ദാഹിക്കുന്നുണ്ടോ? നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ
എൻ്റെ ദൈവത്തോട് ചേരുവാൻ എൻ്റെ ഉള്ളം കാംക്ഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തിലും ഞാൻ ദാഹിക്കുന്നത് വെള്ളത്തെയല്ല. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്തിലും ഞാൻ ദാഹിക്കുന്ന എൻ്റെ കർത്താവിനെയാണ്. ഹല്ലേലൂയ. ഒരു നീതിയില്ലാത്ത, ഒരു ന്യായമില്ലാത്ത, അനധികൃതമായിട്ടുള്ള സമ്പാദ്യങ്ങളുള്ള, അതുവരെയും ദേശത്തിൽ യാതൊരു സാക്ഷ്യമില്ലാതെ ഒരു പക്ഷേങ്കിൽ അതുവഴി പോകുമ്പോൾ ചുങ്കം പിരിച്ചെടുത്തവർ പോലും ശപിക്കുകയും കാറിത്തുപ്പുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭവനം മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവ് ആ വീട്ടിൽ വന്ന് വാസം ചെയ്തു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. യേശുവേ വന്ന് വാഴണമേ, വന്ന് വസിക്കണമേ എന്ന് നമ്മൾ ജൽപ്പനം പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അത് സംഭവിക്കത്തില്ല. നമ്മൾ ക്രമപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. ഹല്ലേലൂയ. കർത്താവ് ആ ശാപം പിടിച്ച പട്ടണത്തിലൂടെ, യെരിഹോവിലൂടെ ഗ്ലോറി കടന്നു പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ കർത്താവിനെ അനുഗമിച്ചിരുന്നെങ്കിലും അതിനകത്ത് ഏറ്റവും ഭാഗ്യ പദവി ലഭിച്ചത് സക്കായിക്കാണ്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു? കർത്താവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിലും ഈ ഭാഗ്യ പദവി കർത്താവെ എനിക്കുണ്ടാകണം. ഞാൻ കടന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്നോടൊപ്പം എൻ്റെ ഭവനത്തിൽ നീ എന്ത് ചെയ്യണം? പാർക്കണം. ബാക്കി എല്ലാവരുടെയും കൂടെ കർത്താവ് പാർത്തോ? അവിടെ കാണുന്നുണ്ടോ? ഇല്ല. ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ കർത്താവ് ആരോട് മാത്രമേ പോയുള്ളൂ? സക്കായിയുടെ പോയുള്ളൂ. കർത്താവ് സക്കായിയുടെ കയ്യിലെ കാശ് കണ്ടിട്ടാണോ? സക്കായി അനുതപിച്ചു. സക്കായി മാനസാന്തരപ്പെട്ടു. മാനസാന്തരത്തിന് തക്ക ബലമുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ആര് കാണും? യേശു കാണും. പുരുഷാരത്തോടു കൂടി യേശു പോയില്ല. പുരുഷാരം എന്ത് ചെയ്തു? പിറുപിറുത്തു. ഹല്ലേലൂയ. കാണുവാൻ പോയവന്റെ കൂടെ കർത്താവ് പാർക്കുവാൻ പോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ യേശുവിനെ അതിയായിട്ട് കാണുവാനും അവനെ അനുഗമിപ്പാനും മാനസാന്തരത്തിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാനും തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ഒത്തിരി വിശ്വാസികളുണ്ട് ഒളിച്ച് കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഒളിച്ച് കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരോട് കൂടെ നാട്ടുകാരുടെ ഇടയിലൂടെ പരസ്യമായിട്ട് കർത്താവിൻ്റെ വീട്ടിൽ പോയി. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഈ അന്ത്യകാലത്തിൽ ഒത്തിരി ആൾക്കാർ രഹസ്യ ക്രിസ്ത്യാനികളായിട്ട് ഉണ്ട്. അധികം താമസിയാതെ കർത്താവ് അവരെ പരസ്യ ക്രിസ്ത്യാനി എന്ത് ചെയ്യും? ആക്കും. രഹസ്യമായി കർത്താവിനെ കാണുന്നവരെ അവരോട് കൂടെ പരസ്യമായിട്ട് കർത്താവ് എന്ത് ചെയ്യും? പാർക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അനുതപിക്കുക, മാനസാന്തരപ്പെടുക, മാനസാന്തരത്തിന് തക്ക ബലം എന്ത് ചെയ്യുക? കാക്കുക. ഇതിനകത്ത് പ്രധാനമായ കാര്യം എന്താണ്? യേശു പറഞ്ഞ ആ വാക്ക്. ഇന്ന് ഈ വീട്ടിന് രക്ഷ നമ്മൾ പാർക്കുന്ന ഭവനമായിരുന്നാലും, നമ്മുടെ ശരീരമെന്ന ദൈവത്തിൻ്റെ മന്ദിരമായിരുന്നാലും, നമ്മുടെ പാർക്കുന്ന ഭവനത്തിലും നമ്മുടെ ശരീരമെന്ന ദൈവത്തിൻ്റെ മന്ദിരത്തിലും ആ രക്ഷ അനുഭവിപ്പാനും, പാർക്കേണ്ടിയവൻ ഭവനത്തിൽ പാർക്കുന്നതിലെ സന്തോഷം അനുഭവിക്കാനും, ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിൽ ആ സാന്നിധ്യവും ശബ്ദവും അനുഭവിച്ചറിയുവാനും ദൈവം ഇടയാക്കും. ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ധ്വനിക്കട്ടെ. ഇന്ന്, നാളെ എന്നുള്ളതല്ല, ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.